കാട്ടിനുള്ളിലേക്ക് ചാടി അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു. ആ വീടിനുള്ളിലേക്കാണ് ഗോവിന്ദചാമി പോയത്. അവിടെ കിണറ്റിൽ ചാടി കിണറ്റിൽ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസും നാട്ടുകാരും എത്തിയതും ഗോവിന്ദചാമിയെ കീഴടക്കാൻ കഴിഞ്ഞതും. ശ്രീ യുവരാജ് ഗോകുൽ, ഇത് സിസ്റ്റം തകരാർ ഒരു വകുപ്പിലൂടെ ഉണ്ടായിരിക്കുകയാണ്, ജയിൽ വകുപ്പ്. ഇതുവരെ ഒരു വിശദീകരണം പോലും നൽകുവാൻ ജയിൽ വകുപ്പിന് കഴിയുന്നില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് ഒട്ടേറെ പരാതികൾ ഇതിനു മുൻപ് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ജയിൽ ഉപദേശക സമിതിയിൽ CPM നേതാക്കൾ പി ജയരാജന്റെ സാന്നിധ്യവും അവിടെ ഉള്ളതാണ്. അവിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സുഖചികിത്സ എന്നുള്ള കാര്യം വന്നതാണ് നേരത്തെ. എല്ലാ സൗകര്യങ്ങളും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ജയിലിൽ കിട്ടുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നതാണ്. പക്ഷേ ഒരു മാറ്റവും അവിടെ സംഭവിച്ചിട്ടില്ല എന്നതിന് ഉദാഹരണം കൂടിയാവുകയാണ് ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരു കൊടും ക്രിമിനലിന് അനായാസം എന്ന് പറയത്തക്ക രീതിയിൽ ജയിലിന് പുറത്തു വരാൻ കഴിഞ്ഞത്. നോക്കൂ, കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് വീഴ്ചകളുണ്ട് സിസ്റ്റത്തിൻ്റെ. ഒരു ദിവസം ഒരു വകുപ്പാണ് വീഴുന്നതെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വകുപ്പ് വീഴുന്നു എന്നുള്ള തലത്തിൽ ഓരോ വകുപ്പുകളും മത്സരിച്ച് വീണുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവം മാത്രമാണ് ഇന്നത്തെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായിട്ട് സംഭവിച്ചിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച എന്ന് പറയുന്നത്. ഈ വീഴ്ചയ്ക്കകത്ത് നമുക്ക് ഒരുപാട് സംശയം തോന്നുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗോവിന്ദചാമിയെ പോലെ ഒരാൾ 1-2 മാസങ്ങൾ പ്രിപ്പയർ ചെയ്ത് അയാൾ ചപ്പാത്തി മാത്രം കഴിച്ച് അയാളുടെ ശരീരം ആ കമ്പിക്കകത്തുകൂടി ഇറങ്ങി വരാൻ പറ്റുന്ന തലത്തിലേക്ക് 2-3 മാസങ്ങൾ കൊണ്ട് അയാളുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്ത്, സ്വാഭാവികമായിട്ടും പോലീസിനകത്തുള്ളവർക്ക് വളരെയധികം ട്രെയിൻഡ് ആയിരിക്കണമല്ലോ എല്ലാവരും. ഇപ്പോൾ തന്നെ പലരും ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർ പലരും പറയുന്നുണ്ട്, പ്രതികളുടെ സ്ഥിരമായിട്ടുള്ളൊരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയാണ് അവരുടെ ശരീരത്തിനെ മെലിയിക്കുക. കാരണം ജയിൽ ചാട്ടം അവർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഗോവിന്ദചാമിയെ പോലെ ഇത്രയും വൃത്തികെട്ട ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ, ഇത്രയും ക്രിമിനൽ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജയിൽ അധികൃതർക്ക് സംശയം തോന്നേണ്ടതാണ്. അവരത് ചെയ്തില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മതിലിന് ഫെൻസിങ് ഇപ്പോൾ തടവിലുള്ള അവിടെ ജയിലിലെ എല്ലാ തടവ് പുള്ളികളോടും ചെന്നിട്ട് ആ ഫെൻസിങ്ങിൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, അതിനകത്ത് ഷോക്കൊന്നും ഇല്ല കേട്ടോ എന്ന് പോലീസുകാരും പോയിട്ട് ഇവരെ ആരെയും ഇൻഫോം ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ വെറുതെ കാഴ്ച കൊണ്ട് മാത്രം കണ്ടുകൊണ്ട് അതിനകത്ത് ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് തിരിച്ചറിയാനും സാധിക്കില്ലല്ലോ. അപ്പോൾ അതിനകത്ത് കറണ്ട് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹത്തിനൊരു ഇൻഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? അവിടെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള CPM-ൻ്റേതായിട്ടുള്ള ക്രിമിനലുകൾ താമസിക്കുന്നതും അവർക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഉയരുന്നത്. അല്ല, സംശയങ്ങളെന്ന് ഞാൻ പറയുന്നത് അവർക്ക് ലഭിക്കും. ഇപ്പോൾ പുറത്ത് നിന്ന് ചില സാധനങ്ങൾ അവർക്ക് ലഭിക്കുന്നു, ഇപ്പോൾ സിഗരറ്റ് ലഭിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കഞ്ചാവ് ലഭിക്കുന്നു. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. അവിടെ സംശയം എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് പല ക്രിമിനലുകളെയും പുറത്തേക്ക് കൊണ്ടുപോയി പല ക്രൈമും തിരിച്ചെത്തിക്കുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. പല ആൾക്കാർക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംശയമുണ്ട്. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന പല ക്രിമിനലുകൾക്കും ഇതുവഴി പുറത്തേക്ക് ഇറങ്ങി പോകുവാനും കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചകത്തേക്ക് വന്ന് കയറുവാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഈ പറയുന്ന ജയിലുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വിവിധ ഭാഗത്ത് നിന്ന് കുറച്ച് കാലങ്ങളായിട്ട് ആരോപണം ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 വർഷമായിട്ടെന്തോ അവിടെ ആ പറയുന്ന ഫെൻസിങ്ങിൽ കറണ്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൂടെ അത് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്? അത് മാത്രമല്ല, ഈ 20 അടി പൊക്കമുള്ള ഒരു മതിൽ നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ മഴയാണ്. ഈ മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മതിലുകളിൽ ഈ പായൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 കൈ ഉള്ളവർക്ക് പോലും അത് വലിഞ്ഞു കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കൈ മാത്രമുള്ള ഒരാൾ അതുവഴി വലിഞ്ഞു കയറി പോകുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അത്രയധികം പരിചിതമായിരിക്കണം അത്. ഇനി അയാൾ മറ്റൊരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് അത് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും അയാൾക്ക് അത്രയേറെ പരിചിതമായിരിക്കണം അത്. പിന്നെ മറ്റൊരു കാര്യം മഞ്ജുഷ, അതിനകത്ത് ഈ വെള്ളം നിറയ്ക്കുന്ന വീപ്പകളുണ്ടല്ലോ, അതിനെ എടുത്ത് ഈ മതിലിന്റെ അടുത്ത് ഇയാൾ കൊണ്ട് വെച്ചിരുന്നു എന്നൊക്കെ ഉള്ള തലത്തിലാണ് പറയുന്നത്. അതുപോലെ ജയിൽ ജീവനക്കാർ ആരും അറിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. 7 മണിക്കാണ് ഇന്ന് രാവിലെ ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ മേധാവി തന്നെ പറയുന്നത് 7 മണി എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മഞ്ജുഷ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അദ്ദേഹം തന്നെയാണോ അവിടെ കൊണ്ട് വെച്ചെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പണ്ട് ഗ്രാമങ്ങളിൽ പറയുമല്ലോ ചില പോക്ക് വരവുകളുണ്ടെന്ന്. എന്താ മറ്റേ മാടന്റെ മറുതെ
ജനങ്ങളുടെയൊക്കെ പോക്ക് വരവെന്നാണ്. അതുപോലെ ഈ കണ്ണൂർ ജയിലിൽ നിന്ന് ചില മാടനും മറുതയൊക്കെ പുറത്തു പോയിട്ട് തിരിച്ചകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇതുവഴി ചെയ്തു കൊടുത്തിരിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് വലുതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കേരള പോലീസ് തന്നെയാണ് ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അവർ തന്നെയാണ് അയാൾ പറയാൻ പോകുന്നത് എന്താണെന്നുള്ള കാര്യം. അതായത് ജയിൽ വകുപ്പിനെയും പോലീസിനെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടുള്ള മൊഴിയും ഒക്കെ പുറത്തു വരികയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ വീഴ്ചകൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയുണ്ട്, വളരെ രസകരമാണത്. അതൊന്ന് കേട്ടു നോക്കാം. നല്ല വീഴ്ചയായി, പിന്നെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ വീഴ്ച പോയല്ലോ. വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടൂല്ലോ. ചാടിയുണ്ടെങ്കിൽ വീഴ്ച പറ്റുന്നില്ല എൻ്റെ അർത്ഥം. പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ എന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യമാണ്. വീഴ്ചയില്ലാതെ ചാടാൻ പറ്റുമോ? ഗോവിന്ദചാമി ചാടി എന്നുള്ളത് സത്യം. ഗോവിന്ദചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും. പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക. അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി. ഇല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. അദ്ദേഹം അതിന്റെ സൂക്ഷ്മാംശത്തിലേക്ക് കടന്നതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം പറഞ്ഞിട്ട് ആ സംഭവത്തിൽ നിന്ന് ചർച്ച മുഴുവൻ അദ്ദേഹത്തിന്റെ ആ ട്രോളിലേക്ക് തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറെ നാളായിട്ടുള്ള ശൈലിയാണ്. ആ ശൈലി അദ്ദേഹം പിന്തുടരുന്നു എന്ന് മാത്രം. ഞാനിവിടെ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു കൈ മാത്രമുള്ള ഒരാൾ ഈ 20 അടി ഉയരമുള്ള മതിൽ എങ്ങനെ ചാടിക്കടന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്, പരസഹായം അല്ലാണ്ടേ. ഇവിടെ പരസഹായം എന്നുള്ള അല്ലാന്നേ, കണ്ണൂർ ജയിലിൽ കുറെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരു റൂട്ട് വെട്ടിയിട്ട് പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ടാകും. തീർച്ചയായിട്ടും ഗോവിന്ദചാമി അത് വളരെ കാലമായിട്ട് അത് സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ആ ലൂപ്പ് ഹോളിനെ അയാൾ മുതലെടുത്തിരിക്കുന്നതാകും. ഇങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും കേട്ടോ. കാരണം ഒരുപാട് തെളിവുകൾ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. ഇന്ന് ജയിൽ ഉപദേശക സമിതിയുടെ അംഗം കൂടിയായ P ജയരാജൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവർക്ക് ഈ കുതിരവട്ടത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അതായത് അവരെയൊക്കെ ഭ്രാന്തന്മാരായി ചിത്രീകരിക്കുകയാണ്. എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവർക്ക് തലയ്ക്ക് വെളിവില്ല എന്നുള്ള കാര്യമാണ് P ജയരാജൻ പറയുന്നത്. ഇതൊന്നും ശരിയായ കാര്യമല്ല കേട്ടോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗോവിന്ദചാമി അതിന്റെ അവസാന ഉദാഹരണമാണ്. വളരെ അനായാസം അയാൾക്ക് വെളിയിലെത്താൻ കഴിഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിലാണ് 1869 തുടങ്ങി കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിന് ഗോകുല് പറഞ്ഞ 20 അടിയല്ല, 7.5 മീറ്റർ, 25 അടിയാണ് അതിന്റെ പൊക്കം. അത് ഒളിമ്പ്യന്മാർക്ക് പോലും ആ മതിലൊന്നും ചാടി കിടക്കാൻ പറ്റത്തില്ല. പിന്നെ ജയിൽ ഉദ്യോഗസ്ഥരും ജയിൽ പുള്ളികളും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ടുണ്ട്. ആ അവിശുദ്ധമായ കൂട്ടുകെട്ട് തന്നെയാണ് ഈ ഗോവിന്ദചാമിയെ പുറത്തു ചാടിച്ചതെന്നുള്ളതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. അതൊന്ന് കണ്ണട ചാരി ഇരുട്ടാക്കാൻ ശ്രമിക്കട്ടെ. ഒരു കാരണവശാലും 25 അടി പൊക്കമുള്ളൊരു മതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ ശ്രമിച്ചാൽ പറ്റത്തില്ല. അത്രയും വലിയൊരു മതിലൊന്നും ചാടിക്കിടക്കും. അപ്പൊ തീർച്ചയായിട്ടും അവിടെ മാസങ്ങളോളം ഇതിന്റെ പിന്നിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ പുള്ളിയുമായിട്ട് തീർച്ചയായിട്ടും രഹസ്യബന്ധങ്ങൾ, ഒരുപക്ഷെ പുറത്തുനിന്നും സഹായം ഉണ്ടാകും. ശ്രീ MR അഭിലാഷൊക്കെ വിളിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യം പറയാം. ഈ കേസുകൾ നടത്താൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഈ ഗോവിന്ദചാമിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അതും അന്വേഷിക്കപ്പെടേണ്ടതല്ലേ. എവിടുന്ന് ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കേസ് നടത്താനൊക്കെയുള്ള പണം ഉണ്ടാകും? ഇദ്ദേഹം പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ച സഹായം കിട്ടിക്കാണില്ല. സഹായം കിട്ടിയെങ്കിൽ ഈ 4 മണിക്കൂറിന് മുമ്പ് കേരളം കിടക്കുമായിരുന്നു. കണ്ണൂർ ജയിലിൽ നിന്ന് കേരളത്തിന്റെ ബോർഡർ അടക്കാൻ 2-3 മണിക്കൂർ മതി. അപ്പോൾ കേരളത്തിന്റെ ബോർഡർ അയാൾ കടന്നു പോകുമായിരുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇതിനകത്ത് ആകെ ബലിയാടാൻ പോകുന്നത് എന്റെ സ്ഥലത്ത് നടന്ന തേവലക്കര സ്കൂളിലെ സംഭവം പോലെ 1-2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ പോകുന്നില്ല.